ഐസ്ക്രീം നമ്മൾ ഒരു ബോട്ടിൽ ഐസ്ക്രീം അതിലോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ട് എന്താണ് പറയുക, മസ്ക് മെലൻ ഇട്ടു, പഞ്ചസാര ഇട്ടു, പാലൊഴിച്ചു, പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഐസ്ക്രീം അതിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ അതിലോട്ട് എന്താ ചെയ്യുക, അടുത്തത് കുറച്ച് നട്ട്സ്, നിങ്ങളെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ച് കപ്പലണ്ടിയാണ് മേടിച്ചിട്ടുള്ളത്, തൊലിയില്ലാത്ത കപ്പലണ്ടി. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് അതിൻ്റെ ആ ഒരു കവറിൻ്റെ പകുതി നമ്മൾ കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളത് അടച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്താ കളറൊക്കെ ഇപ്പോൾ അതേ പാലും ഒക്കെ ആയിട്ട് നല്ല രസത്തിലിരിക്കുന്നുണ്ട്. ഇനി അത് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഷേക്ക് ദേ റെഡി ആയിട്ടുണ്ട്. ദേ ഒഴിക്കുക കേട്ടോ, സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഷേക്ക്. ദേ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ അറേഞ്ച് ചെയ്യാം, നല്ല ഭംഗിയായിട്ട് അതിനെ ഗാർണിഷ് ചെയ്യാം. നമുക്ക് നമ്മുടെ തൊലി കളഞ്ഞ കപ്പലണ്ടി ഇല്ലേ അത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ബൂസ്റ്റ് ഇടാം, വീണ്ടും നട്ട്സ് ഇടുക, ബൂസ്റ്റ് ഇടാം. എത്ര നട്ട്സ് ഇടണോ അത്രയും നല്ലതാണ്. ഇപ്പം ഞാനിതാ ഇത്ര ഇടുന്നുള്ളൂ. നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാം, ബൂസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് എന്ത് വേണമെങ്കിലും ഇതിലോട്ട് ചേർക്കാട്ടോ. ബദാമോ പിസ്തയോ അങ്ങനത്തെ അത്രയും മാത്രം ടേസ്റ്റുകൾ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. സെറ്റായിട്ടുണ്ട്. നമ്മുടെ ക്യാഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ, ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് കുടിച്ച് നോക്കാം കേട്ടോ. ഇതാ ഗൈസ്, നമ്മൾ നല്ല കുടിക്കാൻ പോകണം നമ്മുടെ ഷേക്ക്. അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടമായി. വെറുതെ കള്ളത്തരം പറയല്ലേ, കള്ളത്തരം മത്തങ്ങ സൂപ്പ് പോലെ ഇല്ലേ? ഇല്ല, മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. നമ്മുടെ മത്തങ്ങ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എന്തുവാ അതിന്റെ പേര്? മസ്ക് മെലൻ. ഇതാണ് മസ്ക് മെലൻ ജ്യൂസ്. കണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. നോക്കോട്ടോ, നമ്മളിനി ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പം നിങ്ങളും ജസ്റ്റ് ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്തെങ്കിലും എടുത്ത് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമുക്ക് വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതേപോലത്തേക്കുള്ള ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ അങ്ങനെ ചെയ്തിട്ട് പിള്ളേർക്കായാലും വീട്ടുകാർക്കായാലും കൊടുക്കുക, കഴിക്കുക, കുടിക്കുക എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ ശിവാനി. ബൈ.